വേമർന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവത്തിൻ്റെ കരുണകളാൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹൃദയനുറക്കത്തോടെ ഓരോ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ അതിന്മേൽ പ്രവർത്തിച്ച് മറുപടി നൽകി തരുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നമ്മൾ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. അപ്പോൾ ശൂന്യവും പാഴുമായ ഭൂമിയെ നമുക്ക് ജീവിതത്തിന് വേണ്ടിയിട്ട് ആക്കി തീർത്തിയ ആളാരാണ്? ദൈവമാണ്. അതേപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച ആരാണ്? ദൈവമാണ്. മനുഷ്യന് വേണ്ടിയതെല്ലാം നൽകി തരുന്ന ആരാണ്? ദൈവമാണ്. അപ്പം പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാം വിടുവിക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ആ ദൈവത്തിൻ്റെ മാറിൽ ചാരി ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്യുക. അങ്ങനെ ആത്മീയമായ താൽപര്യങ്ങളാൽ നിറയ്ക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ കൃപകളാൽ നിറഞ്ഞ് ഓരോരുത്തരും മുമ്പോട്ട് പോകെ കുഞ്ഞുങ്ങളൊക്കെയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകണം. ഹാനോക്ക് ഇപ്പോഴും ദൈവത്തോട് കൂടെ നടന്നയാളാണ്. നോഹ ദൈവത്തോട് കൂടെ നടന്ന ആളാണ്. നോഹ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ആശ്വാസം എന്നാണ്, ആശ്വാസദായകനാണ്. അതുപോലെ തന്നെ ദാനിയേൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ദൈവം അറിഞ്ഞുള്ളതായിരുന്നു. എന്നാൽ നീക്കുപോക്ക് ദൈവം തമ്പുരാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഷ്ടത വന്നാലും ശോധനകൾ വന്നാലും എല്ലാത്തിനും നീക്കുപോക്ക് ആരുടെ പക്കലുണ്ട്? ദൈവത്തിൻ്റെ പക്കലുണ്ട്. കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാർ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ് എന്താണ്? കർത്താവിനെ അനുസരിക്കണം, അതാണ് കർത്താവിനെ അനുഗമിക്കണം. അതായിരുന്നു കർത്താവ് ശിഷ്യന്മാരിൽ നിന്ന് ആഗ്രഹിച്ച കാര്യം. എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഈ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെയും തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളെ ഈ ലോകത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ പല ഭവനങ്ങളിലായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു നാളിൽ നമ്മൾ മുൻശരീരം പ്രാപിച്ച് ദൈവത്തോടുകൂടി ജീവിക്കേണ്ടുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതകാലത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. അതായത് ആത്മീയ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഭൗതിക കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ ആത്മീയ കാര്യം എന്താ? നമ്മൾ തന്നെ ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. കാരണം ആത്മാവ്, ഓരോരുത്തരുടെ ആത്മാവിനെയാണ് ദൈവം തമ്പുരാൻ ഓരോരുത്തരിലും നൽകി തന്നിരിക്കുന്ന ആത്മാവാണ്. ആത്മാവിനെയാണ് ദൈവത്തിന് വേണ്ടുന്നത്. അതുപോലെ 10 കന്യകമാരിൽ 5 കന്യകമാരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. മണവാളനെ സ്വീകരിക്കും. മണവാളനാരാ? നമ്മുടെ അരുമ രക്ഷകനെ സ്വീകരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഉണർന്നും ഒരുങ്ങിയും എപ്പോഴും നമ്മൾ ഇരിക്കണം. ഒരുക്കമുള്ളവരായിരിക്കണം. ആത്മീയതയിലും ഭൗതികതയിലും ഒക്കെ മുന്നേറി ജീവിക്കാൻ തക്ക കൃപകളാൽ നിറയ്ക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണ്. യഹോവയുടെ വെളിച്ചം. അപ്പം വെളിച്ചമായി നമുക്ക് കാവലായി കോട്ടയായി ആരുണ്ട്? ദൈവമുണ്ട്. അതാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമായ ആരാണ്? ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ച് വേണം നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്യുവാനായിട്ട്. ദൈവത്തിൻ്റെ കരുണകൾ, അതായത് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലേ യഹോവയെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഈ സമാധാനത്തോടെ ഇന്ന് കിടന്നുറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വയ്ക്കുന്ന സമയങ്ങൾ, അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾക്ക് സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആ ദൈവത്തിൻ്റെ കൃപകളാൽ നിറപ്പാനായിട്ട് ദൈവത്തിന് സാധിക്കും. അതാണ് കുഞ്ഞു പ്രായത്തിലുള്ള പിള്ളേരൊക്കെ വാക്യങ്ങളൊക്കെ പഠിച്ചിരുന്നാൽ എത്ര പ്രായമായാലും മറക്കത്തില്ല. കുഞ്ഞിലേ പഠിക്കാം. ഞാൻ എൻ്റെ കണ്ണ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. അപ്പോൾ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ആരാളാണ്? സകലവളമാകട്ടെ എന്ന് പറയുമ്പോഴത്തേക്കുണ്ട് അതാർക്ക് സാധിച്ചു? ദൈവത്തിന് സാധിച്ചു. അപ്പം ദൈവത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. എവിടെ നിന്ന് സഹായം ലഭിക്കും? ഉയരത്തിൽ നിന്ന്, ദൈവത്തിന് നമുക്ക് സഹായം ലഭിക്കും. നീ ദൈവത്തോട് നിലവിളിച്ചാൽ, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാൽ ദൈവം താഴേക്ക് ഇറങ്ങി വരും, വന്നു നിന്നോട് ചേർന്നു നിൽക്കും.
അതാണ് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അരുമനാഥനാണ് ദൈവം. നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ആളാണ് ദൈവം. ഈ ദൈവത്തെ മാറി ചാരി നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് ദൈവം പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഓരോ ഓരോ ദിവസത്തിനും കൺമണി പോലെ കാത്തു പരിപാലിക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മൾക്ക് ആവശ്യമാണ്. ഈ കൃപയാൽ നിറയ്ക്കാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. എല്ലായിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.